Module 4 Sales Promotion. Role of Sales Promotion. First one, it popularizes goods and services of a producer among the target consumers and motivates them towards larger purchases. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുഡ്സിനെയും സർവീസുകളെയും പോപ്പുലറൈസ് ചെയ്യുന്നു. അതായത് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ബെനഫിറ്റ്സും ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ഒക്കെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ദെൻ അതിലൂടെ ടാർഗറ്റ് മാർക്കറ്റിൽ അത് വാങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് മെയിൻറ്റെയിൻസ് സെയിൽസ് അപ് ടു എ നോർമൽ ലെവൽ ഈവൻ ഡ്യൂറിങ് സീസണൽ വെക്കേഷൻസ് ആൻഡ് ഡ്യൂറിങ് ഡിക്ലൈനിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ഗ്രോത്ത് സ്റ്റേജുകളാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ ഡിക്ലൈനിങ് സ്റ്റേജിൽ വരുമ്പോൾ നോർമലി ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കുറയും. ദെൻ ആ ടൈമിൽ പോലും ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് വെച്ചുകൊണ്ട് നമ്മൾക്ക് ആ വേരിയേഷൻസ്, സെയിൽസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ്, ഇറ്റ് ഇൻക്രീസസ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു ഇമേജാണ് കൺസ്യൂമേഴ്സിൽ ഉണ്ടാകുന്നത് എങ്കിൽ ആ ഫേമിൻ്റെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഇറ്റ് സിംപ്ലിഫൈസ് ദ എഫേർട്സ് ഓഫ് സെയിൽസ് ഫോഴ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് ദം ഫോർ ലാർജർ പർച്ചേസ്. സെയിൽസ് ഫോഴ്സിൻ്റെ, അതായത് സെയിൽസ്മാൻ്റെയും അതുപോലെ ഇത് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റുള്ള സെയിൽസ് പേഴ്സൺസിൻ്റെയും എഫേർട്ടിനെ അത് മിനിമൈസ് ചെയ്യുന്നു. അതായത് ഇത് ഓൾറെഡി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സെയിൽസ് പ്രൊമോഷനിലൂടെ കസ്റ്റമേഴ്സിന് ഇത് ബൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ രീതിയിലുള്ള സെയിൽസ് ഫോഴ്സിന് വേറെ രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ സ്റ്റിമുലേറ്റ്സ് മാക്സിമം സെയിൽസ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ആൻഡ് ഫെസ്റ്റിവൽസ്. സ്പെഷ്യൽ ഒക്കേഷൻസിലും ഫെസ്റ്റിവൽസിലൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ടുകളും ഓഫറുകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ടു ഓവർകം കോമ്പറ്റീഷനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ കോമ്പറ്റീഷനെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. അതിൽ വരുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ കൊടുത്തുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ആ ടൈമിൽ ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അതിലൂടെ പുതിയ കസ്റ്റമേഴ്സിനെ ഇൻകമിങ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നു. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് പ്രോപ്പർ ലിങ്ക് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള കോർഡിനേഷൻ, അതിനെ രണ്ടിനെയും ലിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അഡ്വർടൈസിങ്ങിലൂടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുകയാണ്. ദെൻ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുകയാണ്. ഈ രണ്ട് ആക്ടിവിറ്റീസിനെയും ജോയിൻ ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളായിട്ടുള്ള ഡിസ്കൗണ്ടുകളും ഓഫറുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആക്ടിവിറ്റിയുടെയും ഒരു എഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷന് ബേസിക്കലി 3 ടെക്നിക്കുകളാണുള്ളത്: കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ്, ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്സ്. ഫസ്റ്റ് വരുന്നതാണ് കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്സ്. ദ വൈഡ്ലി ഫോളോഡ് കൺസ്യൂമർ ഓറിയൻറ്റഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആർ ആസ് ഫോളോസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കൂപ്പണിംഗ്. ഇറ്റ് ഈസ് എ സ്കീം ഓഫ് distributing discount coupons to the consumers. Coupons are paper offers that are available in magazines and newspapers, may be downloaded from the internet or are available at the point of purchase and entitle the recipient to a reduction in price for product or service. അപ്പോൾ കൂപ്പൺസ് സാധാരണയായിട്ട് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് മെയിനായിട്ട് അവൈലബിൾ ആകുന്നത് പേപ്പറുകളിലും അതുപോലെ മാഗസീൻസിലൊക്കെ അതിൻ്റെ കൂടെ നമ്മൾക്ക് കൂപ്പൺസ് അവൈലബിൾ ആവാറുണ്ട്. ചില ടൈമുകളിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾക്ക്
കൂപ്പൺസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആമസോൺ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഡിസ്കൗണ്ട് കൂപ്പൺസൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ കിട്ടും. ചില ടൈമുകളിൽ പോയിൻ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഡിസ്കൗണ്ട് കൂപ്പൺസ് കിട്ടുന്നത്. അത് നെക്സ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സർവീസിൻ്റെ പ്രൈസിൽ നിന്നും ഡിഡക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ കൂപ്പൺസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സാമ്പിളിംഗ്. ഇറ്റ് റെഫേഴ്സ് ടു ഓഫറിംഗ് ഫ്രീ പ്രോഡക്റ്റ് സാമ്പിൾ to consumers for trial and use. Sampling provides a consumer with the opportunity to use the product by giving a free small portion of the product for the consumer to taste. അപ്പോൾ മെയിനായിട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അവർക്കത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സാമ്പിളിംഗ് വഴി കൊടുക്കുന്നത്. അവർക്ക് ഫ്രീ സാമ്പിൾസ് കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിന് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. Then next ആണ് rebates. They are money back offer requiring a buyer to mail in a form of requesting the money back from the manufacturer rather than from the retailer. Then ഇവിടെ പറയുന്നത് മണി ബാക്ക് ഓഫേഴ്സ് സാധാരണ എന്താണ്? സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുക, ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് പർച്ചേസ് ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമ്മൾക്ക് അതിൽ നിന്ന് ഡിസ്കൗണ്ട് പോലെ കുറച്ച് എമൗണ്ട് ബാക്ക് റിട്ടേൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് മണി ബാക്ക് ഓഫേഴ്സ് കിട്ടുന്നത്. ഇത് മെയിൻലി മാനുഫാക്ചറർ അല്ല കിട്ടുന്നത്, നമ്മൾക്ക് റീറ്റെയിലേഴ്സിൽ നിന്നാണ് ഈ മണി ബാക്ക് ഓഫേഴ്സ് മെയിനായിട്ട് ലഭിക്കുന്നത്. ദെൻ ഗിഫ്റ്റ് ഓർ ഫ്രീ ഓഫേഴ്സ്. In such schemes, customers are entitled to get gift while purchasing a brand. അപ്പോൾ ഒരു ബ്രാൻഡ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഗിഫ്റ്റുകളും ഓഫറുകളും അല്ലെ ഫ്രീ ഓഫറുകളും അതുപോലെ ഗിഫ്റ്റുകളും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു മെത്തേഡ്. ദെൻ പ്രൈസ് കട്ട്സ്, പ്രൈസ് ഓഫ് ഓഫേഴ്സ് refers to reduction in regular price of a brand for a short span of time. ഓഫറുകളും പ്രൈസ് കട്ടുകളൊക്കെ സാധാരണ ഡിസ്കൗണ്ട്സ് ഒക്കെ നമ്മൾക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. അതിനുള്ളിൽ പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും. ഓക്കെ. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഓഫേഴ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ഓഫറിങ് മോർ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അറ്റ് എ റെഗുലർ പ്രൈസ്. അത് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ നമ്മൾക്ക് അതിൽ നിന്ന് എക്സാമ്പിളായിട്ട് പറയാം. അവിടെ സെയിം ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നമ്മൾക്ക് 2 പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആണ്. ഇത് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഓഫറാണ്. ഓക്കെ. ദെൻ കൺസ്യൂമർ contest and lucky draws. In the case of contest, consumers are invited to participate in competitions and the winners are given special gift. Lucky draw is a play based on lucky factor. Then ഇവിടെ കൺസ്യൂമേഴ്സിന് ഓരോ കോമ്പറ്റീഷനുകളിൽ അല്ലേ, ഓരോ പ്രൊഡക്റ്റിന് ലക്കി ഡ്രോസ് ഉണ്ടാവും, അതുപോലെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാണ്. അതിൽ നിന്നും വരുന്ന വിന്നേഴ്സിന് സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ ലക്കി ഡ്രോസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, സ്ലിപ്പുകളിൽ നമ്മുടെ പേരും കോൺടാക്റ്റ് നമ്പറും ഒക്കെ എഴുതിയിട്ടിട്ട് നമ്മൾ പോവാറുണ്ട് സാധാരണ അല്ലേ. അതിൽ നിന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്കാണ് ലക്കി ഡ്രോ വീഴുന്നതെങ്കിൽ നമ്മൾക്ക് അവർ മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് പറയുകയോ ചെയ്യും, നിങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ലക്ക് ഫാക്ടറിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമർ ഓറിയൻറ്റഡ് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്സ്. ഫസ്റ്റ് വൺ ആണ് ബൈയിങ് അലവൻസസ്. സ്പെഷ്യൽ അലവൻസസ് ഓഫർ ടു ഡീലേഴ്സ് ടു മോട്ടിവേറ്റ് ദം ടു പർച്ചേസ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഡീലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതായത് ഇത് കൺസ്യൂമേഴ്സിൽ എത്തിക്കുന്നത് ഡീലേഴ്സ് വഴിയാണ്. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു മോട്ടിവേഷനോടുകൂടി, അങ്ങനെ ഒരു മോട്ടീവോടുകൂടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്പെഷ്യൽ ബൈയിങ് അലവൻസസ് എന്ന് പറയുന്നത്. ദെൻ ബൈ ബാക്ക് അലവൻസസ്. ഇറ്റ് ഈസ് എൻ എഗ്രീഡ് സം ഓഫ് മണി ഓഫേർഡ് ബൈ ദ ഫേം ഇഫ് ദ ഡീലർ റിട്ടേൺസ് ദ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ടു എൻകറേജ് റീസ്റ്റോക്കിംഗ് ഫ്രഷ് പർച്ചേസ് ബൈ ദി ഡീലേഴ്സ്. ഇവിടെ ഡീലേഴ്സ് ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്ത് അവരുടെ പോയിൻ്റ് ഓഫ് സെയിലിലേക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും പ്രൊഡക്റ്റ് ബാലൻസ് വന്നിട്ട്, സെയിലാവാത്ത പ്രൊഡക്ട്സ് ബാലൻസ് വന്നിട്ട് അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഫുൾ എമൗണ്ട് അല്ല, അതിൽ കുറച്ച് മണി അവർക്ക് റിട്ടേൺ കൊടുക്കുന്ന ഒരു രീതിയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സ്റ്റോക്ക് ചെയ്താലും ഡീലേഴ്സിന് അതൊരിക്കലും ഒരു ലോസായിട്ട് വരരുത്. ഓക്കെ, വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ട് വരരുത്.
എന്നാൽ മാത്രമേ അവർ കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബൈബാക്ക് അലവൻസസ് കൊടുക്കുന്നത്. ദെൻ മെർച്ചൻഡൈസ് അലവൻസസ്. These allowances are offered to meet the promotional expenses incurred by the dealer in connection with the sale of a brand. Merchandise allowances includes advertising allowances, display allowances, etc. അപ്പോൾ മെയിനായിട്ട് മെർച്ചൻഡൈസ് അലവൻസസ് ചെയ്യുന്നത് അവർക്ക് പ്രൊമോഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡീലേഴ്സിന് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് വരുന്ന പ്രൊമോഷണൽ എക്സ്പെൻസസ്, ഇപ്പോൾ അഡ്വർടൈസിങ്, അവർക്ക് ആ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അലവൻസുകൾ. ദെൻ അവർക്ക് പ്രൊഡക്റ്റ് പോയിൻ്റ് ഓഫ് സെയിൽ അതായത് ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഒക്കെ ഈ ഫേം ആയിരിക്കും ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ബൾക്ക് ഡിസ്കൗണ്ടുകൾ. ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ പ്രൈസ് ഓഫേർഡ് ടു ദ ഡീലർ ഫോർ പർച്ചേസിങ് എ പ്രൊഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബൾക്ക് പർച്ചേസുകൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് ഓഫറുകൾ. നെക്സ്റ്റ് ആണ് ഗിഫ്റ്റ്, അവാർഡ്സ് ആൻഡ് ക്യാഷ് പ്രൈസസ്. ഡീലേഴ്സ് ഹു ഹാവ് അറ്റൈൻഡ് സക്സസ് ഇൻ അച്ചീവിംഗ് ദ ടാർഗറ്റ് സെയിൽസ് ഫിക്സഡ് ബൈ ദ കമ്പനി ആർ ഹോണേർഡ് ബൈ ഗിവിംഗ് അവാർഡ്സ്, ഗിഫ്റ്റ് ആൻഡ് ക്യാഷ് പ്രൈസസ്. അപ്പോൾ നമ്മളുടെ ഫേം ഫിക്സ് ചെയ്യുന്ന ഒരു സെയിൽസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെയിൽസ്, ഇത്രയും യൂണിറ്റ്സ് സെയിൽ ചെയ്യണം ഒരു മന്ത്, അങ്ങനെയൊക്കെയുള്ള ഒരു ടാർഗറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാർഗറ്റ് എത്തുന്നവർക്ക് അവരെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് അവാർഡുകളോ ഗിഫ്റ്റുകളോ ക്യാഷ് പ്രൈസസോ ഒക്കെ കൊടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ്, ലാസ്റ്റ് മെത്തേഡാണ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടെക്നിക്സ്. ഇത് സെയിൽസ് ഫോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ്. ഇവിടെ ബോണസ് ടു സെയിൽസ് ഫോഴ്സ്. സെയിൽസ് personnel are issued bonus on the basis of sales target. Salesmen achieving this target are eligible to get the bonus. അപ്പോൾ ഇവിടെ ബോണസ് ആണ് കൊടുക്കുന്നത്, അവർക്ക് എക്സ്ട്രാ ക്യാഷ് പേയ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേം ഒരു സെയിൽസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ടാർഗറ്റ് എത്തുന്നവർക്ക് എക്സ്ട്രാ അവരുടെ റെഗുലർ ഇൻകത്തിൻ്റെ കൂടെ തന്നെ ഒരു ബോണസ് കൂടെ കൊടുക്കുന്നു. നെക്സ്റ്റ് ആണ് ഗിഫ്റ്റ്. ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ അത് സെയിം തന്നെയാണ്. ഇൻഡ്യൂസിങ് ദം ടു ബൂസ്റ്റ് സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ സെയിൽസ് ഫോഴ്സ് മീറ്റ്. സെയിൽസ് ഫോഴ്സ് മീറ്റ് വിൽ ബി ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനീസ് ടു educate and train the salesman to promote sales of a product. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ എങ്ങനെയാണത് കസ്റ്റമേഴ്സിനെ കൊണ്ട് ബൈ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ അവരെ അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സെയിൽസ് ഫോഴ്സ് മീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മീറ്റ് ഓർഗനൈസ് ചെയ്തിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ മീറ്റിംഗ് പോലെ അത് ഓർഗനൈസ് ചെയ്തിട്ട് അവിടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെക്നിക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളും ഒക്കെ കൊടുക്കുന്നതാണ് സെയിൽസ് ഫോഴ്സ് മീറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.